ലവ് ജിഹാദിൽ കുടുങ്ങി ജീവനൊടുക്കിയ കോതമംഗലത്ത് 23-കാരി സോന എൽദോസിന്റെ വീട്ടിലാണ് ഇപ്പോൾ BJP നേതാവ് PC ജോർജ് സന്ദർശനം നടത്തുന്നത്. എന്തായാലും കേരളത്തെ ആകെ ഞെട്ടിച്ച ഈ ഒരു സംഭവത്തിന് പിന്നാലെ കൂടുതൽ പിന്തുണ ആ ഒരു കുടുംബത്തിന് ലഭിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സുബിൻ തോമസ് ചേർന്നുണ്ട്. സുബിൻ, കഴിഞ്ഞ ദിവസവും BJPയുടെ പ്രമുഖ നേതാക്കൾ അവരുടെ വീട്ടിലെത്തി ആ കുടുംബത്തെ ആശ്വസിപ്പിച്ചു. ഒപ്പം ഇപ്പോൾ PC ജോർജ് സന്ദർശിക്കുകയാണ്. മറ്റു വിവരങ്ങൾ എന്തൊക്കെ? അല്പം മുമ്പാണ് PC ജോർജ് കോതമംഗലത്തെ പെൺകുട്ടിയുടെ വീട്ടിലെത്തി മാതാവുമായും അതുപോലെ തന്നെ സഹോദരനുമായും കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. ഈ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനിടയായത് എന്നുള്ള കാര്യം PC ജോർജിനോട് അവർ പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായും ഈ ആദ്യ നടന്ന സംഭവം മുതൽ, അതായത് ഈ കഴിഞ്ഞ 1-ാം തീയതി മുതൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ തീർച്ചയായിട്ടും വിശദമായി തന്നെ സംസാരിക്കുന്നു. PC ജോർജിനൊപ്പം BJPയുടെ എറണാകുളം നോർത്ത് സെക്രട്ടറി സജീവൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടിലെത്തി ഇവരുമായി സംസാരിക്കുകയാണ്. പ്രധാനമായും ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടാണ് മകൾ ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം. ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് തന്നെയാണെന്നുള്ള കാര്യത്തിൽ മാതാപിതാക്കൾ മാതാവും അതുപോലെ തന്നെ സഹോദരനും ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അല്പം മുമ്പ് കോതമംഗലത്ത് നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരെത്തുകയും ഈ മൊഴി വീണ്ടും ഈ കുട്ടിയുടെ അതുപോലെ തന്നെ സഹോദരന്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇനിയിപ്പോൾ വൈകുന്നേരത്തോടുകൂടി BJPയുടെ പ്രതിഷേധമുണ്ട്. കോതമംഗലം പോലീസ് സ്റ്റേഷനിലേക്കാണ് ഈ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രധാനമായും ഈ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മതപരിവർത്തനവുമായി സുബിൻ സൂചിപ്പിച്ചതുപോലെ കേരളം ആകെ ഞെട്ടിത്തരിച്ച ആ ഒരു വാർത്തയിൽ അതിന് പിന്നാലെയാണ് ശക്തമായൊരു പിന്തുണയുമായി BJP ഇപ്പോൾ ആ കുടുംബത്തെ കാണുന്നത്. എന്തായാലും മറ്റു വിവരങ്ങൾ കൂടി മറ്റു പ്രതികരണങ്ങൾ കൂടി വരും മണിക്കൂറിൽ ലഭ്യമാകുമെന്ന് കരുതുന്നു. സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.